അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 31. അസ്സാനി ഉളു മുറിയുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തതാവുന്നത് സവാലുൽ അഖലി, അഖല് നീങ്ങലാണ്. അഖിലാണ് ഉദ്ദേശം തമ്മീസിന്നാണ്, വകതിരിവ് നീങ്ങലാണ്. എങ്ങനെ നീങ്ങുന്നത്? ബിനൗമിൻ, ഒന്നുകിൽ ഉറങ്ങിയ കാരണം കൊണ്ട് നീങ്ങുക, ഔ ഗൈരിഹി, അല്ലെങ്കിൽ ഉറക്കമല്ലാത്തത് കൊണ്ട്. ഉറക്കമല്ലാതെ ബുദ്ധിയുടെ തമ്മീസ് നീങ്ങുന്നതിൻ്റെ നീങ്ങുന്നതിൻ്റെ ഉദാഹരണം കജുനൂനിൻ, ഭ്രാന്ത് പോലെയാണ്. ഔ ഇഗ്മാഇൻ, അല്ലെങ്കിൽ ബോധക്ഷയം പോലെയാണ്. ഔ സക്കിനെങ്കിൽ മസ്ത് പോലെയാണ്. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ്. വൽ അസ്ലു ഫീ ദാലിക, സവാലുൽ അഖ്ൽ കൊണ്ട് ഉളു മുറിയുമെന്നതിനകത്തുള്ള പ്രമാണമാകുന്നത് ഹദീസു അബീ ദാവൂദ വ ഗൈരിഹി, അബൂ ദാവൂദ് റളിയല്ലാഹുവിൻ്റെയും ഗൈറിൻ്റെയും ഹദീസാണ്. എന്നത് അൽ ഐനാനി വിക്കാഉ സഹി ഫമൻ നാമ ഫല്യതവല്ല എന്ന ഹദീസാണ്. അൽ ഐനാനി, രണ്ട് കണ്ണാകുന്നത്, വിക്കാഉ സഹി, അത് പിന്തുവാരത്തിൻ്റെ നാടയാണ്. ഫമൻ നാമ, ആരുടെയെങ്കിലും ആ നാട അഴിഞ്ഞു അഥവാ ഉറങ്ങിപ്പോയാൽ ഫല്യതവല്ല, അവൻ വുളു എടുക്കട്ടെ എന്ന ഹദീസാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഉറങ്ങിക്കുകയാണെങ്കിൽ വുളു മുറിയുന്നതല്ലോ. വഗൈറുന്നൗമി, എന്നാൽ ഉറക്കമല്ലാത്തതാണ്. ഉറക്കമല്ലാതേതാ? ഇമ്മാദുക്കിര, മേൽ പറയപ്പെട്ടതായിരിക്കുന്ന ഭ്രാന്ത്, ബോധക്ഷയം, മസ്ത്, ഈ കാര്യങ്ങളാകുന്നത് അബുലഹു, ഏറ്റവും ശക്തിയായതാണ്. മിൻഹു, ഉറങ്ങുന്നതിനേക്കാളും ശക്തിയാണ് ഈ വിഷയത്തിൽ. ഫിദ്ദുഹൂലി, ബോധം നഷ്ടപ്പെടുന്ന വിഷയത്തിൽ. അല്ലത് എങ്ങനത്തെ ദുഹൂലാണ്? ദുഹൂലാകുന്നത് മദിനത്തുൻ ഖുറൂജി ഷൈഇൻ മിന ദുബരി, പിന്തുവാരത്തിൽ കൂടി എന്തെങ്കിലും വസ്തു പുറത്തു പോകലിനെ ഭാവിക്കപ്പെടുന്ന കാര്യമാണിത്. ആ വിഷയത്തിൽ നൗമിനേക്കാൾ സ്ട്രോങ് ഉള്ളതാണ് ജുനൂനും ഇഹ്മാവും സക്രും. അപ്പം നൗമു കൊണ്ട് തന്നെ മുറിയുന്നുണ്ടെങ്കിൽ ഈ ജുനൂൻ ഇഹ്മാവ് സക്രും കൊണ്ട് ഏതായാലും മുറിയണം. കമാ അഷ്റബിഹ, ഉറങ്ങുക എന്നുള്ളത് ദുബുറിൽ കൂടി വല്ല ഷെയ്യും പുറത്തു പോകുന്നതിൻ്റെ ഭാവിക്കുന്ന കാര്യമാണ്, മദിനത്താണ് എന്നതുകൊണ്ട് അറിയിച്ച പോലെ അൽ ഹദീസു, നേരത്തെ നമ്മൾ ഓതിയ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഗൈർ റിപ്പോർട്ട് ചെയ്ത അൽ ഐനാനി വിക്കാഉ സഹി ഫമൻ നാമ ഫല്യതവല്ല എന്ന വാക്ക് എന്ന ഹദീസ് അറിയിച്ച പോലെ. എന്താ ഹദീസ് അങ്ങനെ അറിയിക്കുന്നു പറയാൻ കാരണം? ഇത് സഹു, കാരണം ആ ഹദീസ് പറഞ്ഞായിരിക്കുന്ന സഹ് എന്ന ലഫ്ലാകുന്നത് വിക്കാഉ സഹി എന്ന് പറഞ്ഞല്ലോ, സഹിൻ്റെ കയറാണ്. സഹ് അദ്ദുബ്രു, പിന്തുവാരം എന്നാണ്. അപ്പോൾ വിക്കാഹു, അവ തന്നെ സഹിൻ്റെ വിക്കാഹ് എന്ന് പറഞ്ഞാൽ ഹിഫാദു, അതിനെ സംരക്ഷിക്കുന്നത്, അതിനെ സൂക്ഷിക്കുന്നത് എന്നാണ്. എന്തിനെ തൊട്ട് സൂക്ഷിക്കുക? അന്നൻ യഖ്റുജ മിൻഹു, ആ ദുബറിൽ കൂടി പുറത്തു പോകലിനെ തൊട്ട് സൂക്ഷിക്കുക. എന്ത് പുറത്തു പോവുക? ഷെയ്ൻ, വല്ല വസ്തുവും പുറത്തു പോവുക. എങ്ങനത്തെ വസ്തുവാണ്? ലായഷുറു ബിഹി, ലായഷുറു, ഈ ഉറങ്ങുന്നവൻ അറിയുന്നില്ല, ബിഹി, ആ ഷെയ് കൊണ്ട് അറിയുന്നില്ല, അല്ലെങ്കിൽ ഈ ഉതെടുത്തവൻ അറിയുന്നില്ല, ആ ഷെയ് കൊണ്ട് ആണല്ലേ ഒന്ന് പുറത്തു പോകാൻ തൊട്ട് സൂക്ഷിക്കാമെന്നാണ്. വൽ ഐനാനി, പിന്നെ ഹദീസ് പറഞ്ഞ അൽ ഐനാനി എന്ന ലഫ്ല എന്നതാ രണ്ട് കണ്ണ് എന്നുള്ളതാകുന്നത് കിനായത്തുൻ അനിൽ യഖ്വതി, അത് ഉണർന്നിരിക്കുക എന്നതിനുള്ള സൂചനയാണ്. അപ്പം ഉണർന്നിരിക്കുമ്പോൾ അത് പിന്തുവാരത്തു കൂടി വല്ലതിനും പോകുന്നതിനെ സൂക്ഷിക്കുന്ന അർത്ഥമായി. അപ്പോൾ ചുരുക്കത്തിൽ ഖിയാസ് കൂടിയും ഹദീസ് കൂടിയെല്ലാം കൂടിയായിട്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 4 കാരണങ്ങൾ കൊണ്ട് നീങ്ങിയാലും വുളു മുറിയുന്നത് കിട്ടി. ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, അല്ലെങ്കിൽ മുമക്കിനി മഖഅദിഹി, ഇരിപ്പ് സ്ഥലത്തിന് സൗകര്യമാക്കിയവൻ്റെ ഉറക്കൊഴികെ. മഖഅദ് കൊണ്ട് ഉദ്ദേശം എന്താ? അലിയത്തൈഹി എന്നാണ്. അവൻ്റെ 2 ചന്തിക്കെട്ടിയെ സൗകര്യമാക്കി. എന്തിനോട് സൗകര്യമാക്കി? മഖരിഹി, സ്ഥിരപ്പെട്ട സ്ഥലത്തിനോട്, ബെഞ്ചുമലോ കസാരമലോ എന്തുമലാണെങ്കിൽ ആ മക്കറിനോട്. അപ്പം മുമക്കിന് മക്കതിൻ്റെ ഉറക്കം ഒഴിയുക എന്ന് പറയാൻ കാരണം എന്താ? അല്ലെങ്കിൽ ആന വെക്കുമ്പോൾ ഫലായു, അങ്ങനത്തെ ഉറക്ക് അഥവാ മുമക്കിന് മക്കതിൻ്റെ ഉറക്ക് വുളുവിനെ മുറിക്കൂല. എന്താ മുറിക്കാണ്ടിരിക്കാൻ കാരണം? ഈ അമ്നി ഖുറൂജ് ഷൈൻ, എന്തെങ്കിലും വസ്തു പുറത്തു പോകലിനെ തൊട്ട് നിർഭയത്തുള്ളതിന് വേണ്ടി, ഫിഹി, ഉറങ്ങുന്ന സമയത്ത് പുറത്തു പോവുക, മിന്ദുബുരിഹി, പിന്തുവാരത്ത് കൂടി പുറത്തു പോകാൻ തൊട്ട് സുരക്ഷിതത്വം കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പൊറിയൂല. അപ്പം പിന്നെ പിന്തുവാരത്ത് കൂടി പോകുന്നതിനല്ലേ അമ്ന് കിട്ടിയുള്ളൂ, മുന്തുവാരത്ത് കൂടി പോയിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ മറുപടി അറിയാം. വലാ ഇബ്രത്ത, എന്നാൽ പരിഗണിക്കപ്പെടേണ്ടതില്ല ബിഹിത്തിമാരി ഖുറൂജിരിഹിൻ, കാറ്റ് പുറപ്പെടാൻ സാധ്യത ഉണ്ടല്ലോ എന്നതിന് പരിഗണിക്കേണ്ടതില്ല. എന്തുകൂടി പുറത്തു പോകാൻ സാധ്യത ഉണ്ടല്ലോ? കുബിരി മുന്തുവാരത്ത് കൂടി. പിന്തുവാരല്ലേ സൗകര്യമാക്കാൻ കഴിയുള്ളൂ.
മുന്തുവാർ അങ്ങനെ തംക്കീനാക്കാൻ കഴിയൂലല്ലോ, അപ്പോൾ അതിൽ കൂടി പോയിക്കൂടെ. അതെന്താ അതിനെ ഇബ്രത്ത് അതിനെ കണക്കിലെടുക്കാണ്ടിരിക്കാൻ കാരണം ഈ നുദ്രത്തി അത് നാദിറാണ്, വിരളമാണ്, തുച്ഛമായ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. നാദിറിന് ഹുക്കുമില്ല എന്നാണല്ലോ. വലാ തംക്കീന. അപ്പോൾ ഇവിടെ ഇപ്പം എന്ത് പറഞ്ഞു? മൊക്കിനി മക്കിനി മക്കുവേദിന് സൗകര്യമൊക്കെയാണ്. അത് എപ്പോഴാണ് സൗകര്യമാക്കി ഇരുന്നെങ്കിലേ ആവുമെന്ന് പറയാൻ പോകേനി. വരാ തംക്കീന എന്ന മക്കതിനെ മക്കറിനോട് സൗകര്യമാക്കുക എന്നുള്ളത് ഉണ്ടാവൂല. ഇവൻ ഒരാൾക്ക് അങ്ങനത്തെ ആളാണ്. നാമ അയാൾ ഉറങ്ങിയിരിക്കുന്നു, അലാ കഫാഹു അയാൾ പെരടിൻ്റെ മേൽ കിടന്ന് ഉറങ്ങി. അത് എങ്ങനെ ഉറങ്ങിയത്? മുൽസിഖൻ മഖ്വദഹു അയാളെ ഇരിപ്പ് സ്ഥലത്തിനെ ചേർത്തിയ നിലയിൽ എന്തിനോട് ചേർത്തി? ഈ മക്കരിഹ അയാൾ സ്ഥിരപ്പെട്ട സ്ഥലത്തിനോട് ചേർത്തി ഭദ്രാക്കി വെച്ച്. അങ്ങനൊരു തംക്കീന് കിട്ടൂല. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ കായിദ് എന്ന് പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ കായിദിന് തന്നെ നടക്കുമെന്ന് പറയാണ്. വലാലിമൻ ഒരാൾക്കും തംക്കീനില്ല. എങ്ങനത്തെ ആളാണ്? നാം അയാൾ ഉറങ്ങിയതൊക്കെ കായിദൻ ഇരുന്ന് തന്നെ കേട്ടോ. പക്ഷേ ബഹുവ ഇരുന്നുറങ്ങിയ മനുഷ്യനാകുന്നത് ഹസീലുൻ മെലിഞ്ഞവനാണ്. എത്രത്തോളം അയാൾ മെലിച്ചിട്ടുണ്ട് അറിയോ? ബൈന ബാദി മഖദിഹി വ മഖരിഹി തജാഫിൻ. ബൈന ബാദി മഖദി അയാളെ അല്യത്ത് ചന്തിക്കെട്ടിൻ്റെ ഇരിക്കുന്ന സ്ഥലത്താണല്ലോ, അതിൻ്റെ ബാദിൻ്റെയും ഇപ്പം മക്കരി അയാളെ മക്കറിൻ്റെയും ഇടയിലുണ്ട് തജാഫിൻ, അകൽച്ചയുണ്ട്. അടങ്ങട്ട് ഫിറ്റായി ജാമായി നിൽക്കുന്നില്ല. അങ്ങനത്തെ ആൾക്കും തംക്കീനുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആൾ എനിക്ക് സൗകര്യമാക്കി വുളു മുറിയാത്ത മാതിരി ഉറങ്ങാൻ കഴിയൂല. അസാലിസു വുളു മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തതാകുന്നത് ഇൽത്തിഖാഉ ബശ്റത്തി വൽമറത്തി, സ്ത്രീ പുരുഷൻ്റെ തൊലി തമ്മിൽ പരസ്പരം ചേരലാണ്. അപ്പോൾ സ്ത്രീ പുരുഷൻ്റെ